സഹായിക്കുന്നു. യോഗ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ 2 കപ്പാസിറ്റികൾ കൂട്ടണം അല്ലേ. 2 കപ്പാസിറ്റി ദീപോർമുണ്ട 2 കപ്പാസിറ്റി കൂട്ടണം. ഒന്ന് ബ്രീത്തിങ് കപ്പാസിറ്റി, ഒന്ന് ഫിസിക്കൽ കപ്പാസിറ്റി. ബ്രീത്തിങ് കപ്പാസിറ്റി ഫിസിക്കൽ കപ്പാസിറ്റികൾ കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്താവും, നല്ല സ്ട്രോങ് ആവും. ഒരു സംശയമില്ല. വ്യായാമം ചെയ്യാതെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടുതലായിട്ടുണ്ട്. ആരാ വ്യായാമം ചെയ്യാതെ യോഗയൊന്നും ചെയ്യാതെ ബ്രീത്തിങ് കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ടാവും. സംഗീതജ്ഞരല്ലേ, സംഗീതം പഠിക്കുന്നവർ പ്രാക്ടീസിലൂടെ അവർക്ക് എന്താവും, ബ്രീത്തിങ് കപ്പാസിറ്റി കൂടും. എല്ലാ സംഗീതജ്ഞരെയും നോക്കിയ അവരുടെ ഒരു പെരുമാറ്റം, ചലനം, ചിരി നമ്മൾ ആകർഷകമാണോ അല്ലയോ? എന്തുകൊണ്ടാണ്? അവര് റിലാക്സ്ഡ്. അവരെന്താണ്? വളരെയധികം റിലാക്സ്ഡ് ആണ്. അതാണ് കാരണം. ശരിക്കും ആ റിലാക്സ്ഡ് ആണ്. എന്തുകൊണ്ടാണ്? ബ്രീത്തിങ് കപ്പാസിറ്റി. ജയക്കാൻ ഒരുപാട് തടിയുണ്ട്, ഫിസിക്കൽ കപ്പാസിറ്റി ഉണ്ടാവില്ല. പക്ഷെ ബ്രീത്തിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ആളെന്താണ്, മെന്റലി വളരെ റിലാക്സ്. അവർക്ക് കുട്ടികളോട് കളിക്കുന്നവരെല്ലാരും കളിക്കാൻ പറ്റുമോ? ഇപ്പോ ഫ്ലവേഴ്സ് ചാനലില് കുട്ടികളുടെ കൂടെ എന്തെല്ലാം കളിയാൻ നടക്കാൻ പറ്റുമോ? സ്ട്രെസ് അടിച്ചേക്കുമ്പോൾ അവരോടെ കുട്ടികളോടെ കളിക്കാൻ പോകും എല്ലാവരും. അത്രമാത്രം അവരാണ് മെന്റലി വളരെ റിലാക്സ്ഡ് ആണ്. റിലാക്സ്ഡ് ആവുന്നത് ബ്രീത്തിങ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ ബ്രീത്തിങ് കപ്പാസിറ്റി നമ്മൾ കൂട്ടിയാൽ നമ്മുടെ മൈൻഡ് എന്താവും, റിലാക്സ്ഡ് ആണ്. ഒരു സംശയമില്ല. വേണേൽ പരീക്ഷ നോക്കിയാൽ മതി. നന്നായിട്ട് ചെയ്താൽ മൈൻഡ് റിലാക്സ്ഡ് ആവും. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, യോഗ വ്യായാമത്തിനേക്കാൾ കൂടുതലായിട്ട് ബ്രീത്തിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യും. വ്യായാമത്തേക്കാൾ കൂടുതൽ ഫിസിക്കൽ കപ്പാസിറ്റി കൂടും. എങ്ങനെ? കാരണം നമ്മളെ മസിൽ ഉണ്ടാക്കുന്നതല്ല ശരിക്കും യഥാർത്ഥത്തിലെ ഫിസിക്കൽ ശക്തി. അത് പറഞ്ഞാൽ ശ്രീത്ത് എനിക്ക് എന്തിനാവും, എന്നാലും വേണ്ടിയില്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മസിൽ അഴവുണ്ടാകും, ഫ്ലെക്സിബിലിറ്റി, ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിയാണ് നിങ്ങൾക്ക് അത് കരുത്ത് നിൽക്കുന്നത്. ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കൂടുമ്പോഴാണ് മൈൻഡ് കാമാവുന്നത്. കാമാവുന്ന മൈൻഡിലാണ് സ്ട്രോങ്. കാമാവുന്ന മൈൻഡ് സ്ട്രോങ്. മനസ്സിലായില്ലേ? ഫ്ലെക്സിബിലിറ്റിയാ കൂടെ. ജിമ്മ് ചെയ്ത ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവോ? ഉണ്ടാവില്ല. അതിന് കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യോഗ ചെയ്യും. അപ്പൊ ഫ്ലെക്സിബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്, അല്ലാതെ എന്തല്ല മസിൽ ഉണ്ടാക്കുന്നത്. അത് പിന്നെ വേറെ ഒരു സിസ്റ്റം തന്നെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 2 കാര്യങ്ങൾ പോയാൽ ശ്രമിക്കണം. ഏതൊക്കെ? ബ്രീത്തിങ് കപ്പാസിറ്റി ആൻഡ് ഫിസിക്കൽ കപ്പാസിറ്റി. ഒരു കാര്യം കൊണ്ട് ഓർമ്മപ്പെടുത്തിയിട്ട് ഇത് ക്ലോസ് ചെയ്യാണ്. ലോകപ്രസിദ്ധനായിട്ടുള്ള ഡോക്ടർ ഡീൻ ഓർണിഷ്, അമേരിക്കയിലെ കാലിഫോർണിയ റിസ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾട്ടർനേറ്റീവ് വിഭാഗം ഡോക്ടറാണ്. അദ്ദേഹത്തിനുള്ള ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത് DC ബുക്സ് ആണ്. കുറെ ബുക്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ദിവസവും ഇതാ എല്ലാവരും പോയിന്റ് ചെയ്യേണ്ട കാര്യമാണ്. ദിവസവും കിതപ്പ് അനുഭവപ്പെടുന്നവരെ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ